സ്മാർട്ട് വർക്ക് ചെയ്താലേ ലൈഫിൽ രക്ഷപ്പെടുമെന്ന് കുറേ കാലമായിട്ട് കേൾക്കാൻ വേണ്ടി തുടങ്ങിയിട്ട്. അപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്തും കാര്യങ്ങളെല്ലാം ഇത് കേൾക്കുന്നുണ്ട്. പക്ഷേ എന്താണ് ഈ സ്മാർട്ട് വർക്ക് എന്ന് ആരും പറഞ്ഞു തരുന്നില്ല. അപ്പോൾ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ സ്ട്രൈക്ക് ചെയ്തത് ട്രേഡിംഗ് ആണ്. എന്താ സംഭവം എന്ന് വെച്ചാൽ ബാക്കി നമ്മൾ എന്ത് ബിസിനസ്സോ കാര്യങ്ങളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ വലിയ എമൗണ്ട് വേണം, ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് വേണം അല്ലേ. അപ്പോൾ ട്രേഡിംഗ് ആകുന്ന സമയത്ത് നമുക്ക് 100 രൂപയെ കൊണ്ട് വരെ തുടങ്ങാൻ വേണ്ടി പറ്റും. സ്റ്റാർട്ടിങ്ങില്ല, നമുക്ക് ബിഗിനേഴ്സ് അല്ലേ. പിന്നെ വെച്ചാൽ ആരും നമ്മളെ ഭരിക്കാൻ വേണ്ടി വരില്ല. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. നമ്മളെ ആരും കീഴിലല്ല, എത്ര ദിവസം വേണേലും ലീവ് എടുക്കുക, കിടന്നുറങ്ങുക, പിന്നെ എവിടെ നിന്ന് വേണേലും ചെയ്യാം. നമുക്ക് ഇന്ന സ്ഥലം തന്നെ വേണമെന്നില്ല, കടക്കെ കിടന്നുകൊണ്ട് ചെയ്യുക, ടോയ്ലറ്റിലിരുന്നുകൊണ്ട് ചെയ്യുക. ചിരിക്കാൻ പറഞ്ഞല്ല, അധികം ആളും ടോയ്ലറ്റിൽ തന്നെയാണ് ഫോൺ മാക്സിമം യൂസ് ചെയ്യുന്നത്, എൻജോയ് ചെയ്യുന്നത്, ഞാനടക്കം. അപ്പോൾ എവിടുന്ന് വേണമെങ്കിലും നമുക്ക് ചെയ്യാം, നമുക്ക് ടൈം റെസ്ട്രിക്ഷനോ കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നുമില്ല. അപ്പോൾ എന്തുകൊണ്ടും ട്രേഡിങ് ഓക്കെ. പക്ഷേങ്കിൽ അമിതമായ ആവേശം കാരണം ജോലി റിസൈൻ ചെയ്തിട്ട് ഞാൻ എടുത്തിയാടിയിട്ട് ട്രേഡിങ് അങ്ങ് തുടങ്ങി. കൊട്ടിങ്ങി പണ്ടാരടങ്ങി. കാരണം അറിയില്ല, ഇത് ഭയങ്കര സിമ്പിളാണെന്ന് വിചാരിച്ചിട്ട് തുടങ്ങിയ ഡെമോ എല്ലാം ചെയ്യുന്ന സമയത്ത് ഭയങ്കര പ്രോഫിറ്റ് കാര്യങ്ങളൊക്കെ ആ സമയം കിട്ടുന്നുണ്ട്. പിന്നെ ആ ഇമോഷൻ കാര്യങ്ങൾ, സ്ട്രാറ്റജി, ഇത് റിസ്ക് മാനേജ്മെൻ്റ് ഒക്കെ പറഞ്ഞിട്ട് കുറേ സാധനങ്ങളുണ്ട് മനസ്സിലായി. അപ്പോഴത്തേക്ക് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു, നല്ലപോലെ ബുദ്ധിമുട്ടിയിട്ടുണ്ട്, ഒരുപാട് ലക്ഷങ്ങൾ കയ്യിൽ പോയി, ഒരുപാട് വർഷങ്ങളും വേസ്റ്റായി, സകലയാളൊരാൾക്കും കിട്ടിയിട്ടുണ്ട്, വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നും ചങ്ങായിമാരത് എല്ലാവരും ഈ നന്നാവില്ല എന്നൊക്കെ പറഞ്ഞില്ല കുറേ കാര്യങ്ങൾ. കാരണം നല്ല ജോബ് റിസൈൻ ചെയ്തിട്ടല്ലേ ഞാൻ പോകുന്നത്. അപ്പോൾ പിന്നെ ആ ഒരു സമയത്ത് വേറെ മനസ്സിലായത്, നമ്മളെ സമീപിക്കുന്ന 90% ആൾക്കാരും നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് വരുന്നവരാണ്. ഇതും പറഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് എങ്കിൽ ഭൂരിഭാഗം ആൾക്കാരും പറ്റിക്കാനായിരിക്കും. അപ്പോൾ അങ്ങനെ കുറേ ആൾക്കാരെ എനിക്ക് തോന്നുന്നു എന്നെ ഇനി ആരും പറ്റിക്കാൻ ബാക്കിയില്ല. എല്ലാവരും എന്നെ പറ്റിച്ചിട്ടുണ്ട്, കുറേ പൈസ കളഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എന്താണ്, നല്ല കുറച്ച് നോളജും എക്സ്പീരിയൻസും ഉണ്ടാക്കി വെക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അങ്ങനെ ആ ട്രേഡിങ്ങിൽ നിന്ന് ഉണ്ടാക്കിയ പൈസ കാര്യങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കുന്നു, എന്നെ കളിയാക്കിയ ആൾക്കാർക്ക് അയച്ചു കൊടുക്കുന്നു, സ്റ്റാറ്റസ് വെക്കുന്നു, ഭയങ്കര സംഭവമായിരുന്നു. പിന്നെ അങ്ങനെ ചെയ്യുന്ന സമയത്തെല്ലാം കുറേ നഷ്ടങ്ങൾ ശരിക്കും ഈ കണ്ണേറ് എന്നൊക്കെ പറഞ്ഞ സംഭവങ്ങളുണ്ടോ എനിക്ക് ഡൗട്ട് തോന്നിയിട്ടുണ്ട്. കാരണം ഇങ്ങനെ സ്ക്രീൻഷോട്ട് കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ പിന്നെ അങ്ങോട്ടേക്ക് പട്ട ലോസാണ് വരുന്നത്. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് കൂടി കിട്ടുന്നില്ല. അപ്പോൾ ഓക്കെ, ട്രേഡിങ് കുറേ ആയി നമ്മൾ പഠിച്ച് നമുക്ക് ഏകദേശം ഓക്കെ ആയി സെറ്റപ്പ് ആയിട്ടും ഇപ്പോൾ ഈ കണ്ണേറിൽ എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. പക്ഷേ അനുഭവം കൊണ്ട് വിശ്വാസം ഉണ്ടോ എന്ന് ചോദിച്ചാൽ കുറച്ചൊക്കെ വരുന്നുണ്ട്. പിന്നെ ഉണ്ടാക്കി വെച്ച പൈസ എങ്ങനെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ള രീതിയിൽ ഇൻവെസ്റ്റ് അത് എവിടെ ചെയ്യും, എന്ത് ചെയ്യും, എങ്ങനെ ചെയ്യും. ലാൻഡ് കാര്യങ്ങളൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര വിശ്വാസം. ലാൻഡൊക്കെ വാങ്ങാണ്ടെങ്കിൽ സെൻറ്ററിന് നമ്മളവിടെയൊക്കെ 3-4 ലക്ഷം രൂപയൊക്കെ വാങ്ങണം. പിന്നെ ചെറിയ പൈസയൊക്കെ ലോങ് എവിടെയെങ്കിലും പോയി നോക്കണം. പിന്നെ സ്വർണ്ണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ പവന് നാൾ ഇങ്ങനെ കൂടി വരുന്നുണ്ട്. അതിലൊക്കെ പണ്ടേ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തും കിട്ടുമായിരുന്നു. പക്ഷെ അത്രയും വലിയ പൈസയും അതിന് വേണം. അപ്പോൾ ഉണ്ട്, എന്നാലും ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ പിന്നെ എന്തുകൊണ്ട് ഇതിൽ തന്നെ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തുകൂടാതെ നോക്കി. അപ്പോൾ അതിലും കുറേ ഉടായ്പുണ്ട്, സംഭവങ്ങളുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ പഠിക്കണം. ഇപ്പം ഉദാഹരണത്തിന് പിന്നെ അതിനെപ്പറ്റി പഠിക്കാൻ വേണ്ടി സത്യം പറഞ്ഞാൽ പഠിക്കാൻ എനിക്ക് മടിയാണ്. പണ്ട് സ്കൂളിൽ നിന്ന് അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് മടിയന്മാർക്ക് എളുപ്പവഴി ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റേതായിട്ടുള്ള കുറച്ച് ട്രിക്സ് ഉണ്ട്. ഇപ്പോൾ നമ്മളൊരു കൂട്ടായ്മ ഉണ്ടായി നമ്മുടേതായിട്ടുള്ള കുറച്ച് ട്രിക്സ് കണ്ടുപിടിച്ചിട്ട് കുറച്ച് കമ്പനീനെ നോക്കി. അപ്പോൾ എന്താ പറയുക, നമുക്ക് പൈസ കൊടുക്കാണ്ട് കുറച്ച് പൈസ കിട്ടിയിട്ടുണ്ട്. അതായത് ഇൻവെസ്റ്റും കാര്യങ്ങളും ചെയ്യാണ്ട് 1500 രൂപയോളം കിട്ടിയിട്ടുണ്ട്. ട്രിക്ക് പറഞ്ഞുതരാം, അയക്കുണ്ടീൻ്റെ ഉള്ളിൽ. അപ്പോൾ ആ ഒരു പൈസ എടുത്തിട്ട് ഞാൻ 100 ഗോൾഡിൻ്റെ ഷെയറൊക്കെ വാങ്ങിയിട്ടുണ്ട് ഈ 1500 രൂപേനെ കൊണ്ട്. അതും വാങ്ങാൻ വേണ്ടി പറ്റും. 10-15 രൂപയേ ഉള്ളൂ. ഇതൊന്നും അധികാരിക്കും അറിയായിരിക്കും, കുറേ ഭാഗം ആൾക്കാർക്ക് എന്നെപ്പോലത്തെ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് പറഞ്ഞു തരുന്നത്. ഓക്കെ, അതെന്താ സംഭവം എന്ന് വെച്ചാൽ നമുക്കിപ്പം റിയൽ എസ്റ്റേറ്റിലും കാര്യത്തിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് വേണമെന്ന് വിചാരിച്ചാൽ ലിക്വിഡേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല, പൈസ നമുക്ക് ഇതാക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഇതിലൊക്കെ ആകുന്ന സമയത്ത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ലിക്വിഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളില്ല. മാത്രമല്ല ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അംഗീകൃതമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ പേടീൻ്റെ ആവശ്യമില്ല. ഇപ്പം നമ്മൾ ഉദാഹരണത്തിന് 100 രൂപേൻ്റെ ഒരു സ്റ്റോക്ക് കാര്യങ്ങൾ വാങ്ങി ഒരു ഷെയർ വാങ്ങിയിട്ടുണ്ട് എങ്കിൽ അതിന് 90 രൂപ ആയി എന്ന് വിചാരിച്ച് നമുക്ക് നഷ്ടം വരുന്നില്ല. 90 രൂപയ്ക്ക് നമ്മൾ വിറ്റാൽ മാത്രമേ 10 രൂപ നഷ്ടം വരുന്നുള്ളൂ. എപ്പോഴും ഒരു ഗ്രാഫ് ഒറ്റയടിക്ക് ഇങ്ങനെ കുത്തനെ കയറില്ല. അതിങ്ങനെ ഒന്ന് താഴെ പോയി ഇങ്ങനെ വന്നപ്പോൾ ഞാൻ ഫോറക്സിലും കാര്യത്തിലും ട്രേഡിങ് ചെയ്തുകൊണ്ട് ഏകദേശം അതിൻ്റെ കാര്യങ്ങൾ കണ്ടാൽ അറിയാനുള്ളൊരു കുഞ്ഞു നോളജെങ്കിലും ഉണ്ട്. അപ്പോൾ അങ്ങനെ പോകുന്ന ആ ഒരു കമ്പനീസിൻ്റെ നല്ലൊരു പൊസിഷൻ നോക്കിയിട്ട് മാത്രമേ വാങ്ങുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ 100 രൂപക്ക് വാങ്ങിയ സാധനത്തിന് 90 രൂപയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഡെഫിനറ്റ്ലി അത് മുകളിലോട്ടേക്ക് തന്നെ പോകുന്നല്ലോ ഒരു ഉറപ്പുണ്ട്. അപ്പോൾ എന്താ 110 സമയത്ത് വെക്കും, ലാഭത്തിന് മാത്രമേ വെക്കുള്ളൂ. ആ ഒരു രീതി ചിന്തിച്ചാൽ മതി. അപ്പോൾ നമ്മളെടുക്കുന്ന സ്റ്റോക്കിന് ഇച്ചിരി വില കുറഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്കവിടെ നഷ്ടം വരുന്നില്ല. നമ്മൾ വിറ്റാൽ മാത്രമേ നഷ്ടമുള്ളൂ, വിൽക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ ലെവലിലുള്ള സ്റ്റോക്ക് വേണം നമ്മളെപ്പോഴും വാങ്ങാൻ വേണ്ടിയിട്ടും. ഇതിൻ്റെ ഇടയിൽ വേറൊരു കോമഡി എന്താ വെച്ചാൽ, ഞാൻ ഈ ട്രേഡിങ് പഠിക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് കുറച്ച് ഫാമിലിയിലെ കുറച്ച് അറിയുന്ന ആൾക്കാരും പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ നല്ലപോലെ കളിയാക്കുന്നുണ്ട്. ഏറിന്ന് ഇറങ്ങാനൊക്കെ സമയം കിട്ടിയില്ല, തൂക്കി ഏറിലിട്ടിട്ടുണ്ടായിരുന്നു ഫുൾ ടൈം. ഇത് തട്ടിപ്പാന്ന്, കുറേ പൈസ പോയില്ലേ മോനെ, ഈ കുറേ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടാന്നൊക്കെ ആയിട്ട് ഒരുമാതിരി കളിയാക്കിയില്ല ചോദ്യം. കാരണം നല്ലൊരു ജോലി പ്രൊഫഷൻ കാര്യങ്ങളൊക്കെ വിട്ടറിൻ്റെ ഇതിന് ഇറങ്ങിയിട്ടുള്ളത്. അതും മുഴുവൻ ലോൺ എടുക്കുന്ന പൈസ പോലും സ്പോട്ടിൽ അടിച്ച് പോവുക ചെയ്യുന്നത്.
അപ്പോൾ എന്താ പറയുക, ഇതിൽ കുറച്ചൊന്ന് മാറ്റം വന്ന് ഈ സാധനം കയ്യിൽ വന്നേ പിന്നെ ലൈഫ് സ്റ്റൈൽ കുറച്ച് മാറുന്ന കണ്ട അവിടെ തന്നെ ചോദ്യങ്ങൾ തുടങ്ങി. ഇത് മോശമില്ലല്ലോടാ, ഇതെല്ലാം നടപടിയാവുമോ എന്നൊക്കെ ഇല്ല ചോദ്യമായി, കുറച്ചൊന്ന് ഒതുങ്ങി. പിന്നെ കഴിഞ്ഞ വർഷം എനിക്ക് ക്യാൻസർ വന്നിട്ടുണ്ടായിരുന്നു. 2024 ലാസ്റ്റ് നവംബർ 2 ഒരു വർഷത്തോളം ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റിലാണ് ഉണ്ടായിരുന്നത്. നല്ലപോലെ സ്ട്രഗ്ലിംഗ് ഉണ്ടായി. 4th സ്റ്റേജ് ആയതുകൊണ്ട് തന്നെ അതിൻ്റേതായ എല്ലാ ബുദ്ധിമുട്ടും ഉണ്ടായിട്ടുണ്ടായിരുന്നു, മാനസികമായിട്ടും ശാരീരികമായിട്ടും സാമ്പത്തികമായിട്ടും. അപ്പോൾ ആ ഒരു സമയത്ത് പിന്നെ ഞാൻ കീമോ എടുത്ത് വേറൊന്നും ചെയ്യാനൊന്നും പറ്റില്ല, കിടക്കുക. അപ്പോൾ ആ ഒരു സമയം ഇത് പഠിക്കാൻ വേണ്ടി തുടങ്ങി, കുറച്ചും കൂടി ഇതിനെ പറ്റിയിട്ട് ഡീപ്പായിട്ട് പഠിക്കാൻ തുടങ്ങി. പക്ഷേ മൈൻഡ് അധികം നിൽക്കില്ല, മൂഡ് സ്വിങ്സ് കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് പെയിനൊക്കെ വരുന്ന സമയത്ത് ഫോണൊക്കെ വലിച്ചെറിയപ്പോൾ ഭ്രാന്തമായിട്ടുള്ള അവസ്ഥയായിരുന്നു. എന്നാൽ പോലും ആ ഒരു ടൈം ഞാൻ പഠിത്തത്തിന് വേണ്ടിയിട്ട് കുറച്ച് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെനിക്ക് വലിയൊരു ഗുണമായി. എന്താ വെച്ചാൽ എന്നെ കളിയാക്കിയ ഫ്രണ്ട്സ് പകലില്ലാണ്ട് അധ്വാനിക്കുന്ന പൈസ കീമോ അടിച്ച് ബെഡ് കിടന്ന് എനിക്ക് പൈസ ഉണ്ട് അതേ ലെവലിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അവന്മാർ ജസ്റ്റ് 1-2 ആൾക്കാർ വീഡിയോ കോളൊക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ വെറുതെ എൻ്റെ സ്ക്രീൻ ഇപ്പുറത്ത് കാണിച്ചു കൊടുത്ത്, പാഡിൽ നിന്ന് സ്ക്രീന് കാണിച്ചു കൊടുത്തപ്പോൾ മനസ്സിലായി ഇത് സംഗതി വർക്കൗട്ട്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് സർജറി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് റിക്കവറായി പുറത്ത് വന്ന സമയത്ത് ഈ പറഞ്ഞ പിള്ളേർ വീട്ടിൽ കാണാൻ വന്ന സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു, അളിയാ എടാ ഒരു 10 റുപ്യ കൈമ തരാം, 10 ലക്ഷം റുപ്യ തരാ, നീ എന്തെങ്കിലും ട്രേഡ് ചെയ്തിട്ട് കുറച്ച് നമുക്ക് ഉണ്ടാക്കിത്താന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒറ്റ ഒരുത്തൻ്റെ 1 റുപ്യയും കൊണ്ട് ഇങ്ങോട്ടേക്ക് വരണ്ട, ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചാന്ന് പഠിപ്പിച്ചു തരാവാണേൽ കഷ്ടപ്പെട്ടിരുന്ന് ട്രേഡ് ചെയ്തു. പഠിച്ച് പ്രാക്ടീസ് ചെയ്തിട്ട് മാത്രം ട്രേഡ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്യാൻ പഠിച്ചതെന്ന് പറഞ്ഞിട്ട് ചാടി ഇറങ്ങി പോകരുത്, ഫെയിലറാവും. അപ്പോൾ ആ രീതിയിൽ ചെയ്തുതരാം. മാത്രമല്ല ഞാൻ ഇപ്പം ഓരോ ഷെയറിനെ പറ്റിയിട്ട് അത്യാവശ്യം സ്റ്റഡി നടത്തിയിട്ട് ചെയ്യുന്നത്, എനിക്ക് ഓക്കെ തോന്നുന്ന ഷെയർ ഞാൻ തരാം. അപ്പോൾ എന്താ പറയുക, നിങ്ങൾക്കും വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ കമ്മ്യൂണിറ്റി, ഞാൻ ഇപ്പോൾ ഒരു കമ്മ്യൂണിറ്റി ജോയിൻ ആക്കുന്നുണ്ട്. അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് കൂടെ പഠിച്ച ആൾക്കാരൊക്കെ, കുറേ ആൾക്കാർ പെൺകുട്ടികളൊക്കെ ഹൗസ് വൈഫായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതെങ്ങനെ ചെയ്യാം. അവർക്ക് ആഗ്രഹമുണ്ട് ഇത് ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ എൻ്റെ ഇതിൽ നിന്ന് വരുമാനം വരുന്നുണ്ടെന്ന് അറിഞ്ഞതിനെ കൊണ്ട് അവർക്ക് വിശ്വാസമാണ് ഇത് സംഗതി നടപടിയാണ്. പക്ഷേ എങ്കിൽ എല്ലാവരും പറയുന്നത് എടാ എനിക്ക് അറിയില്ലടാ, ഇതിനെപ്പറ്റി അറിയില്ല, നീ എന്തെങ്കിലും നിനക്ക് പൈസ അറിയാം, നീ എന്തെങ്കിലും ചെയ്യുമെന്ന് പറയും. അപ്പോൾ ഞാൻ എല്ലാവരുടെ അടുത്തും പറയില്ല, അതല്ല, നമ്മൾ ഇതിനെപ്പറ്റി അറിയണം, ഒരു കാര്യം ചെയ്യും, ജസ്റ്റ് ഒന്ന് അവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ അത് എല്ലാവർക്കും കൂടി ആകട്ടെ എന്ന് വിചാരിച്ചു. ഇത്രയേ ഉള്ളൂ ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളെ ഉദ്ദേശിക്കുന്ന ഒരു റെഫറൽ ലിങ്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്യുക. നമ്മൾ യൂസ് ചെയ്യുന്ന ഏതൊക്കെയാണെന്നോ ട്രേഡിൻ്റെ കാര്യങ്ങൾ, സ്ട്രാറ്റജി, അതും ഞാനൊരു കോഴ്സാക്കിയിട്ട് വരുന്നുണ്ട്. സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റും. ആകെ ഒരു 5-10 മിനിറ്റ് ഒരു ദിവസം മെനക്കെടേണ്ട പരിപാടി മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ രീതിയിൽ ആണ് ഉദ്ദേശിക്കുന്നത്. കൂടി വന്ന ഒരു 1 മണിക്കൂർ ഒരു ദിവസം മാറ്റി വെച്ചാൽ മതി. ആ ലെവൽ അത്രയും സിമ്പിളായിട്ടില്ലേ. കാരണം ഞാൻ ആദ്യം പറഞ്ഞു എനിക്ക് ഈ പഠിച്ച് ചെയ്യാൻ മടിയാണ്, അതുകൊണ്ട് സിമ്പിളാക്കിയതാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആൾക്കാർക്ക് കൊടുക്കാൻ വേണ്ടി. അപ്പോൾ ചോദിക്കുന്നത് നീ എന്തിനാ ഈ നാട്ടുകാരെ പഠിപ്പിക്കാൻ വേണ്ടി എനിക്ക് ഒറ്റയ്ക്ക് ചെയ്താൽ പോരാ. എനിക്ക് മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറഞ്ഞ സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടം. ഒന്ന്, ഞാൻ ട്രേഡ് ചെയ്തിട്ട് പൈസ ഉണ്ടാക്കുന്നുണ്ട്. 2, പിന്നെ ഞാൻ ഈ പറഞ്ഞ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എൻ്റെ ചിലവ് കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല ചിലവുണ്ട്. ഇപ്പോഴും ക്യാൻസറിൻ്റെ ആ ഒരു ടൈമിലുള്ള കാര്യങ്ങൾ, ഇപ്പം ഇടയ്ക്കിടയ്ക്ക് ഓരോ സ്കാനിങ്, ഫോളോ അപ്പ് കാര്യങ്ങൾ, ഒരു പെറ്റ് CT എടുക്കണമെന്നുണ്ടെങ്കിൽ 20,000 റുപ്യ അടുപ്പിച്ചിട്ട് വേണം. കോൺട്രാസ്റ്റ് പെറ്റാണെങ്കിൽ അറിയാമായിരിക്കും അതിനെപ്പറ്റി അറിയുന്നവർക്ക്. അപ്പോൾ ചിലവുകളൊക്കെ കഴിഞ്ഞിട്ടുള്ള പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട്, അതായത് ട്രേഡിങ്ങിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാം, ചെറിയ രീതിയിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിൽ നിന്നൊരു പ്രോഫിറ്റ് നമുക്ക് വരുത്താൻ വേണ്ടി പറ്റും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് എന്താക്കാം, സ്മാർട്ട് വർക്കിൻ്റെ ഭാഗമായിട്ട് ഒരു ഓട്ടോമാറ്റിക് ട്രേഡിംഗ് സോഫ്റ്റ്വെയറിനെ വാങ്ങി. അതിൻ്റെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരുപാട് ഇതേമാതിരത്തെ ആൾക്കാർ സമീപിച്ചു. ഈ പറഞ്ഞ ആൾക്കാർക്കും ടെസ്റ്റ് ചെയ്യണം, ഒരാഴ്ച ടെസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ 3,000 രൂപ 4,000 രൂപ അവർക്ക് കൊടുക്കണം. നമ്മൾ പൈസ ഇടണം, ഇട്ടിട്ട് വേണം അതിൻ്റെ മുകളിൽ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. തൂഫാനാവും, ഒരാഴ്ച കൊണ്ട് ആ പൈസ പോയി. അങ്ങനെ കുറേ എണ്ണം ഉടായ്പിനെ ആ ലെവലിലും കുറേ ആൾക്കാർ എന്നെ പറ്റിച്ചിട്ട് കൂട്ടത്തിൽ ബെറ്ററായിട്ട് തോന്നുന്ന 1-2 എണ്ണം എടുത്തിട്ട് ഞാനിപ്പോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ട്രേഡ് ചെയ്യുന്ന വിഷയം, ഇൻവെസ്റ്റ് ചെയ്യുന്ന വിഷയം, പിന്നെ ഈ സാധനം ട്രേഡ് ചെയ്തോളൂ. അത് ഞാൻ ചെയ്തില്ല, ഞാൻ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, അത് വർക്ക് ചെയ്തോളൂ. 4-മത്തെ സാധനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഈ പറഞ്ഞ കമ്മ്യൂണിറ്റിയിലേക്ക് ബിൽഡ് ചെയ്യുന്ന എൻ്റെ ഫ്രണ്ട്സ് കാര്യങ്ങൾ, അവർക്ക് ഞാൻ പ്രോഫിറ്റാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരു ബ്രോക്കറിൻ്റെ കമ്മീഷന് ഒരു റുപ്യ അങ്ങനെ എനിക്ക് കിട്ടും. 1 റുപ്യ ആയാലും ഒരു 100 ആൾക്കാർ ചെയ്യുമ്പോൾ 100 റുപ്യ എനിക്ക് കിട്ടിയോ, അത്രയേ ഉള്ളൂ. 10 റുപ്യേൻ്റെ നല്ല 15 റുപ്യേൻ്റെ ഷെയർ ഉണ്ടെങ്കിൽ അത്രയും ഷെയർ എനിക്ക് വാങ്ങിയിടാൻ വേണ്ടി പറ്റൂലേ. അത്രയേ ഉള്ളൂ സംഭവം. അവിടെയും ഒരു ഇൻകം സോഴ്സ് ഉണ്ടാക്കി. അതായത് ഇപ്പം ബ്രോക്കർ എന്ന് വെച്ചാൽ നമ്മൾ സ്ഥലത്തിൻ്റെ ബ്രോക്കറോ വണ്ടീൻ്റെ ബ്രോക്കറോ ആയിരുന്ന സംഭവമല്ല. അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ തിരഞ്ഞെടുത്ത് ഒരു അപ്രൂവ് ചെയ്തിട്ടുള്ള സ്ഥാപനങ്ങൾ. ഇപ്പം നമുക്ക് ട്രേഡിങ്ങിലേക്കോ ഇൻവെസ്റ്റ്മെൻറ്റിലേക്കോ നമുക്ക് പൈസ ഇടണം, നമുക്ക് ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്ലാറ്റ്ഫോം ത്രൂ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. ഇപ്പോൾ ഒരു കാർ നമുക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് രജിസ്റ്റർ ചെയ്ത് ഓടിക്കാൻ വേണ്ടി പറ്റൂലല്ലോ. ഇപ്പോൾ ഒന്നിക്കൽ മാരുതി, ടൊയോട്ട, ഹോണ്ട, ഫോക്സ് വാഗൺ തുടങ്ങിയിട്ടുള്ള കമ്പനികൾ ത്രൂ ആണ് പോകാൻ വേണ്ടിയിട്ട്. പറഞ്ഞ പോലെ ഈ മാരുതിയൊക്കെ പറയുന്ന പോലെ ഒരു ബ്രോക്കർ, അപ്പോൾ അവർ ത്രൂ ആണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ബ്രോക്കർമാരെ ഒരുപാട് ആൾക്കാർ, ഈ ബ്രോക്കറിന് ഒരുപാട് ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അവർ പരസ്യം കൊടുക്കുന്ന പോലെ
ഈ കുറച്ച് പൈസ നമ്മളെപ്പോലെയുള്ള ആൾക്കാർക്ക് കുറച്ചായിട്ട് തരും. ഇപ്പം നിങ്ങൾ തന്നെ ട്രേഡിങ്ങിൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ഒരു പൈസ അവർക്ക് കൊടുത്തില്ല, കമ്മീഷൻ കഴിച്ചിട്ടുള്ള പൈസ നിങ്ങളെ പോക്കറ്റിലേക്ക് വരിക, ആ കമ്മീഷൻ 100 രൂപ എനിക്ക് കിട്ടുക. അപ്പോൾ ഇനി എനിക്കൊരു റുപ്യ കിട്ടരുത്, നീ നന്നാകണ്ടെന്ന് വിചാരിക്കുന്നവർ ഇത് ചെയ്യണ്ട. ഇനി അല്ല, 1 രൂപ തന്നാലും കുഴപ്പമില്ല, നമുക്ക് ഗ്രോ അപ്പ് ആണ്, എന്തായാലും എനിക്കൊരു ഇൻകം ഉണ്ട്, ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്നുണ്ട്, അപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒന്ന് നീക്കി വെക്കണം കുടുംബത്തിന് വേണ്ടിയിട്ട്. വയ്യ ഒരു 5-6 കൊല്ലം കഴിഞ്ഞിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ എന്തെങ്കിലും എൻ്റെ കയ്യിൽ വേണ്ടേ എന്നുള്ള ലെവൽ, എന്തെങ്കിലും ഒരു പെട്ടെന്നൊരു അത്യാവശ്യം വന്ന് ഞാൻ എന്താ ചെയ്യുക, ആരുടെ കയ്യിൽ നിന്ന് കിട്ടുക, എൻ്റെ കയ്യിലൊരു പൈസ വേണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ റെഡിയാണ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇത്ര മാത്രമേ ഉള്ളൂ, കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞ കേട്ട് അനുസരിച്ച് നിൽക്കുക. അധികം വലിയ റിസ്ക് എടുത്തിട്ടുള്ള പരിപാടി കാര്യങ്ങളൊന്നും വേണ്ട. ചെറിയ പൈസ ഇട്ട് സേഫ് ആയിട്ടുള്ള പരിപാടി മാത്രം ചെയ്യുക. സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ, അധികം കോംപ്ലിക്കേഷനിലേക്കും കാര്യത്തിലൊന്നും വേണ്ട. അപ്പോൾ എല്ലാവർക്കും ഒരുമിച്ചിട്ട് ഗ്രോ അപ്പാ. അപ്പോൾ നമ്മളെന്നാ ഇത് ചെയ്യാന്നുള്ള ടെൻഷനൊന്നും വേണ്ട. ഇതിന് ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മളെ വാട്സപ്പ് കമ്മ്യൂണിറ്റീൻ്റെ ലിങ്ക് തരാം. ആ വാട്സപ്പ് കമ്മ്യൂണിറ്റി എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോരാളോട് ഇൻഡിവിജ്വലി സംസാരിക്കാൻ വേണ്ടി ഒരുപാട് സമയം എടുക്കും. നമുക്ക് എന്തെങ്കിലും തിരക്കിൻ്റെ ഇടയിൽ വിട്ടുപോയിട്ട്. അപ്പോൾ ഇതാകുന്ന സമയത്ത് ഒരു മെസ്സേജ് നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ശ്രദ്ധിക്കണം, ഇന്ന സ്റ്റോക്ക് വാങ്ങിക്കും, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്തോ എന്നുള്ളത് പിന്നെ തിരക്കിൻ്റെ ഇടയിൽ എല്ലാവരും അറിയിക്കാൻ വേണ്ടി പറ്റില്ലല്ലോ. അപ്പോൾ അത് കോമൺ ആയിട്ട് ഇടുന്ന ഒരു സ്ഥലം. അപ്പോൾ അവിടെ എന്താക്കുക, ഈ പറഞ്ഞ ഈ ബ്രോക്കറിൻ്റെ, അതായത് ഞാൻ യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമിൻ്റെ ലിങ്ക്, അതായത് പിന്നെ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അവിടെ കൊടുക്കുക. പിന്നെ വെച്ചാൽ ബാക്കി എല്ലാ കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അതിൽ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് 18 വയസ്സ് തികഞ്ഞാൽ മതി. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അപ്രൂവ്ഡ് ആയതുകൊണ്ട് തന്നെ ആ ഒരു മേജറായിട്ടുള്ള ആൾക്കാർക്കാണ് പറ്റുക. അപ്പോൾ അതിൽ വീട്ടമ്മമാർക്ക് ഏറ്റവും വലിയ ഗുണമാണ്, നിങ്ങളധികം ഈ പൈസ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമോ കാര്യങ്ങൾ നമ്മൾ എന്തെങ്കിലും നീക്കി വെക്കുന്ന പൈസ. എൻ്റെ അമ്മ പോലും ചെയ്യാറുണ്ട്. അമ്മ പിന്നെ പെൻഷൻ കാര്യങ്ങളൊക്കെ കിട്ടുന്ന പൈസ ഇതിലേക്ക് ചെറിയ സ്റ്റോക്ക് കാര്യങ്ങൾ വാങ്ങുക. ആൾ മോഡേണായി. പിന്നെ അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും തൊഴിലോ കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. പാർട്ട് ടൈം ആയിട്ട് നോക്കുന്നവർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പം ഈ ഹയർ സ്റ്റഡീസ് കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് പോക്കറ്റ് മണി കാര്യങ്ങൾ ഒക്കെ കിട്ടുന്ന പൈസ എക്സ്ട്രാ ഉണ്ടെങ്കിൽ കേട്ടോ, അത് ഇതിലേക്ക് ഇട്ട് വെക്കുന്നത് നല്ലത് തന്നെയായിരിക്കും. അപ്പോൾ ഇതിന് നമ്മളെന്നാ വേണ്ടതെന്നുള്ള ചോദ്യങ്ങളെല്ലാം ഉണ്ടോ. അതിന് പൈസ വേണോ, അക്കൗണ്ട് തുടങ്ങാൻ? പൈസ ഒന്നും വേണ്ട കേട്ടോ. 5 റുപ്യേൻ്റെ ആവശ്യം, 5 പൈസേൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്താൽ മാത്രമേ നമ്മളെ ഡിജി ലോക്കർ കാര്യങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അപ്രൂവ്ഡ് ആയതുകൊണ്ട് അതിനൊന്നും വേറെ പ്രശ്നമോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ വേണ്ടുന്നത് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ ഇതിൻ്റെ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അതിൽ ജസ്റ്റ് ജോയിൻ ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള നിർദ്ദേശങ്ങളും കാര്യങ്ങളും നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ സ്റ്റെപ്പ് എന്നൊക്കെ നമ്മളെ കമ്മ്യൂണിറ്റിയിലും പിന്നെ ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആ വീഡിയോ നിങ്ങൾക്ക് ഈ യൂട്യൂബ് ചാനലിലും കാണാൻ വേണ്ടി പറ്റും. സോ ഹാവ് എ ഗുഡ് ഡേ.